ഹീലിങ്ങുകൾ, മഹാകാളി ഹീലിംഗ് ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അബോർഷൻ സോൾ റിലീസാണ് ഇപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ പ്രൊഫഷണൽ ജലസി എന്താണെന്നുള്ളത് മനസ്സിലായി. ഒരു പ്രൊഫഷണൽ ആകുമ്പോഴല്ലേ അതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് പഠിച്ചു. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി, അതും പഠിച്ചു. കാരണം ഒരു പബ്ലിക്കായിട്ട് വന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ ആരെല്ലാം കാണും എന്നുള്ളതിനെ പറ്റിയൊന്നും ഞാൻ ബോധറായിരുന്നില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ അതിനെ മാറ്റമൊന്നും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അത് ഉണ്ടാക്കുന്നതായ റിയാക്ഷൻസ്, പല പല ആളുകളുടെയും മൈൻഡ് സെറ്റിലുള്ള പല പല പ്രശ്നങ്ങൾ, ഇതെല്ലാം എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിവേ എൻ്റെ കാര്യങ്ങളിലൊന്നും മാറ്റമൊന്നുമില്ല. ഞാൻ എൻ്റെ പഴയ രീതി തന്നെയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ദേവിയുടെ ഒരു ഗൈഡൻസ് പ്രകാരം എനിക്കുള്ളൊരു നിയോഗമായിട്ട് ആണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദേവി എനിക്ക് തരുന്നുണ്ട്, എനിക്ക് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അബോർഷൻ സോൾ റിലീസ്, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് ആളുകളുടെ ബാധകൾ, ദുരിതങ്ങൾ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ദുരിതം മീൻസ് കർമ്മയല്ല, അല്ലാണ്ടുള്ള എനർജിയുടെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ദേവി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഈ മഹാകാളി ഹീലിങ്ങിൻ്റെ ഇടയിൽ ഹീൽ ചെയ്യാൻ വേണ്ടി വന്ന ക്ലയൻറ്റുകളിൽ ഒരു 4-5 പേര് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഷോർട്ട് വീഡിയോ അല്ല, മെയിൻ വീഡിയോ തന്നെയാണ് ചെയ്തത്. ഈ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുക, പാത്രം തട്ടിയിടുക, വാതിലിൽ മുട്ടുക, വാതിലിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ തിരിക്കുക, അതേപോലത്തെ ഒരു വിഷയത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തു. കാരണം അതെൻ്റെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളാണ്. ആളുകളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ എനിക്ക് തോന്നുന്നത് നല്ലൊരു ആൾക്കാർ 5K മുകളിൽ ആൾക്കാരെ കണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോ. ആ കമൻസും വന്നിട്ടുണ്ട്. ഞാൻ കമൻസുകൾ കഴിഞ്ഞ ദിവസം വായിച്ചു നോക്കി. കുറേ കമൻറ്റുകൾ, എന്താണ് മാർഗം, എന്താണ് സൊല്യൂഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇത്രയധികം ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ സ്ട്രഗിൾ ചെയ്യേണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയം സീരിയസ് ആയിട്ട് ആലോചിച്ചു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ഞാൻ ആലോചിച്ചു. ഞാനൊരു തച്ചുശാസ്ത്രം പഠിച്ചേക്കുന്ന ആളല്ല, അല്ലെങ്കിൽ തന്ത്രവും മന്ത്രവും പഠിച്ചേക്കുന്ന ആളല്ല, അല്ലെങ്കിൽ അത് യഥാവിധി കാര്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിലൊന്നും ട്രെയിനിങ് കിട്ടിയേക്കുന്ന ആളല്ല. ഒരു മന്ത്രം പോലും എനിക്ക് മര്യാദയ്ക്ക് ചൊല്ലാൻ അറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെനിക്ക് വന്ന് ചേർന്നേക്കണ കഴിവുകളാണ് കൂടുതലും. റെക്കി പഠിച്ചേക്കണതാണ്, പക്ഷേ ബാക്കിയുള്ളതൊക്കെ വന്ന് ചേർന്നേക്കണം. റെക്കി കൊണ്ടല്ല ഞാനതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ദേവിയുടെ ആ ഒരു നേരിട്ടുള്ള ഗൈഡൻസിലാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇതുപോലെ ഇരുന്നിട്ട് നിങ്ങളത് സംസാരിക്കാൻ പറ്റുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അത്രയും സപ്പോർട്ടും പ്രൊട്ടക്ഷനും എനിക്കുണ്ട് ദേവിയുടെ. അത് എളുപ്പത്തിൽ അതിന് അടിഞ്ഞു പോകുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അന്നങ്ങനെ വന്ന കേസുകളിൽ ഒരു 4-5 കേസുകളിൽ എൻ്റേതായ രീതിയിൽ ഞാൻ ചില പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയായിരുന്നു. അപ്പോൾ അത് എല്ലാം ക്ലിക്കായി, ഒരെണ്ണം പോലും പാഴായില്ല. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടി. ഇതേപോലത്തെ കേസുകളായിരുന്നു മിക്കതും. അതിന് പല പല സൊല്യൂഷൻസാണ് ഞാൻ കണ്ടെത്തി കൊടുത്തത്, അത് ചെയ്തു കൊടുത്തത്. അപ്പോൾ എനിക്കതിന് ഇങ്ങനെ ഇത്രയധികം ആൾക്കാർ സ്ട്രഗിൾ ചെയ്യണമെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ ഇൻവോൾവ്മെൻറ്റ് ചെയ്യണം, ഒരു ചുവട് അതിലേക്ക് വെക്കണം എന്ന് എനിക്ക് തോന്നി. ജസ്റ്റ് ഞാൻ ദേവിയോട് ചോദിച്ചു, ധ്യാനത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു, ചെയ്തോളൂ മോനെ എന്നിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതും നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്തത് ദേവിയുടെ സപ്പോർട്ടിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഞാനൊരു ജസ്റ്റ് ഒരു ഹൗസ് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്രോഗ്രാം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഹൗസ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ വിഷയങ്ങളുണ്ടെങ്കിൽ, ഇത് ഞാനൊരു ഗ്യാരണ്ടീഡ് പ്രോഗ്രാം ആയിരിക്കില്ല, ആദ്യമേ പറയാം, ഒരു ഗ്യാരണ്ടീഡ് പ്രോഗ്രാമല്ല. അതിന് വേണ്ടുന്നതായ എന്തൊക്കെയാണ് ഘടകങ്ങളെന്നുള്ളത് ഞാനത് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് ഞാൻ പറഞ്ഞുതരാം.
നമുക്കൊരു ഷോർട്ട് സെഷനിൽ, അതായത് ഒരു 15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കോളിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഓരോ ആളുകളുടെയും സിറ്റുവേഷൻസും അവരുടെ പ്രോബ്ലംസും വ്യത്യസ്തമായിരിക്കും. കാരണം എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഞാൻ ഏകദേശം അവരുടെ എല്ലാ കാര്യങ്ങളും റീഡ് ചെയ്ത് ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഫ്രഷായിട്ട് ആദ്യമായിട്ട് വരുന്നൊരു ക്ലയൻ്റ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികൾ എനിക്കുണ്ടാവും. കാരണം ഈ 15 മിനിറ്റ് കൊണ്ട് അവരുടെ കാര്യങ്ങൾ റീഡ് ചെയ്ത് അത്രയൊന്നും ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പറ്റൂല. ചെറിയൊരു ഷോർട്ട് പ്രോഗ്രാം. കാരണം ഒരുപാട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ശരിക്കുള്ള ഫീസ് പറയുമ്പോൾ അത്രയും തരാനൊന്നും ആൾക്കാരിൽ ഉണ്ടാവില്ല. അത്രയും സ്ട്രഗിളിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ശ്രമം എന്നേ ഞാൻ പറയാനുള്ളൂ കേട്ടോ. ഞാനൊരു ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് മാറ്റി തരാമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. എൻ്റെ ഒരു ശ്രമം, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഭാഗ്യം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു അറ്റംപ്റ്റാണ് നമ്മൾ ഈ ഹൗസ് ഹീലിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. സ്പെഷ്യലായിട്ടുള്ള ഹൗസ് ഹീലിംഗ് ആണ് അത്. താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ കഴിവിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഓഡിയോ നോട്ട് ഒരു 2 മിനിറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ മെസ്സേജ് എനിക്ക് അയക്കാം. ഇന്ന സ്ഥലത്താണ് എൻ്റെ വീട്, എൻ്റെ പ്രശ്നം ഇന്നതാണ്, അപ്പോൾ എനിക്ക് സഹായം വേണമെന്ന് പറഞ്ഞിട്ട് ഇതയക്കാം. അപ്പോൾ ഞാൻ അതിനകത്തൊരു മറുപടി മെസ്സേജ് ഞാൻ അയക്കും. എല്ലാവർക്കും ഞാൻ അയക്കും മറുപടി മെസ്സേജ്. അതിന് ചെയ്യാനുള്ള ആ ഒരു സമയവും കാര്യങ്ങളും നിശ്ചയിച്ചിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാനത് ചെയ്തുതരാം. ഇപ്പോൾ പണത്തിന് വേണ്ടി ആദ്യമേ പറഞ്ഞില്ലേ, പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഓരോ ആളുകൾക്കും ചെയ്തു കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ സന്തോഷം, അത്രയേ ഉള്ളൂ. ആ ലെവലിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജസ് അയക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും എന്നെ കോൾ ചെയ്യരുത് കേട്ടോ. കാരണം കോൾ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഉള്ളതുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ വിളിക്കുന്ന ഒരാൾക്ക് നെഗറ്റീവ് എനർജി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. ഞാൻ അത്യാവശ്യം നല്ല ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ വിളിക്കാം. കാരണം ഞാൻ എപ്പോഴും ആ വൈബ്രേഷനിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും അധികം പോകാറില്ല. പരമാവധി സമയങ്ങൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കലാണ് സാധാരണ പതിവ്. പിന്നെ പോകുന്ന യാത്രകളാണ്, അമ്പലങ്ങളിലേക്കുള്ള യാത്രകൾ, പുറത്തേക്കുള്ള യാത്രകളൊക്കെ പോകാറുണ്ട്. മറ്റുള്ള ആളുകളുടെ പോലെ ചുമ്മാ ഇങ്ങനെ കറങ്ങി പരിപാടി ഇല്ല എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ ആ എനർജി, നിങ്ങളുടെ സംസാരത്തിലൂടെ, വോയിസിലൂടെ വരുന്ന ആ എനർജി, നെഗറ്റീവ് എനർജി അതിലൂടെ കയറി വരും എൻ്റെ ചെവിയിലോട്ട്. അത് എന്നെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിളിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്കത് പരോക്ഷമായിട്ട് എന്താണ് പറയുക, അതൊരു ദോഷമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് വരിക. പക്ഷേ ഓഡിയോ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് 2 മിനിറ്റിൻ്റെ കേൾക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അത്രയും പ്രശ്നം എനിക്ക് ഉണ്ടാവണില്ല. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഫോൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ 10 മിനിറ്റ് ചിലപ്പോൾ സംസാരിക്കും. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ദയവേത് നിങ്ങൾ വിളിക്കാതിരിക്കുക. എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു മടി കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ താല്പര്യമുള്ളവർ വരിക. നമുക്ക് ഹൗസ് ഹീലിംഗ് നമ്മളിപ്പോൾ സ്റ്റാർട്ടായി. ഇപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാർട്ടായതാണെങ്കിലും ഇന്ന് തന്നെ 2 പേര് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ഞാൻ ഹൗസ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അത് മിക്കവാറും ആഫ്റ്റർനൂണാണ് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യണത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലാണെങ്കിൽ എനിക്ക് കൂടുതൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി. നമസ്കാരം.